മലയാളികളുടെ മരിക്കാത്ത ചക്രവർത്തി മഹാബലിയുടെ ഐതിഹ്യ പെരുമയേറുന്ന നാടാണ് തൃക്കാക്കര. പേരിന്റെ പെരുമ പോലെ തന്നെ വികസന പെരുമയും തൃക്കാക്കരയിൽ വിരുന്നെത്തുകയാണ്. നവകേരളം നവമുന്നേറ്റത്തിൽ ഇന്ന് തൃക്കാക്കര വിശേഷങ്ങൾ. ഏറെ ചരിത്ര പ്രാധാന്യവും ഐതിഹ്യ പെരുമയുമേറിയ മണ്ഡലമാണ് തൃക്കാക്കര. കൊച്ചി കോർപ്പറേഷന്റെ 22 വാർഡുകളും കണയന്നൂർ താലൂക്കിലെ ഒരു നഗരസഭയും ഉൾക്കൊള്ളുന്ന മണ്ഡലമാണ് തൃക്കാക്കര. നിരവധി വികസന പ്രവർത്തനങ്ങളാണ് തൃക്കാക്കരയിൽ നടന്നിട്ടുള്ളത്. പ്രധാനമായും വിദ്യാഭ്യാസ രംഗത്ത് ഊന്നൽ നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഏറെ ശ്രദ്ധ നൽകിയിട്ടുള്ളത്. ഇടപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 5 കോടി രൂപയുടെയും വെണ്ണല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 കോടി രൂപയുടെയും വികസന പ്രവർത്തനങ്ങൾ നടത്തിയതായി മണ്ഡലം MLA ഉമാ തോമസ് ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും 140 മണ്ഡലങ്ങളിലും അനുവദിച്ച 5 കോടി രൂപയുടെ ഒരു പദ്ധതി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള് എടപ്പള്ളിയിലും, അതുപോലെ തന്നെ 3 കോടിയുടെ പദ്ധതി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള് വെണ്ണലയിലും ലഭിക്കുകയുണ്ടായി. അത് പദ്ധതി വളരെ നല്ല രീതിയിൽ തന്നെ പൂർത്തീകരിച്ചു എന്നുള്ളത് വലിയ സന്തോഷമാണ്. വികസനത്തിന്റെ പുതിയ പാത വെട്ടിത്തുറന്നുകൊണ്ട് വൈറ്റില മേൽപ്പാലം പദ്ധതിയും പൂർത്തീകരിച്ചു. വൈറ്റില മേൽപ്പാലം ഫ്ലൈ ഓവറാണ്. അത് കേരളത്തിലെ എല്ലാ ജനതയ്ക്കും യാത്രയ്ക്ക് വലിയ ഉപകാരമുണ്ടാക്കുന്ന ഒരു പദ്ധതി തന്നെയായിരുന്നു. അത് നല്ല രീതിയിൽ തന്നെ അത് പര്യവസാനിച്ചിട്ടുണ്ട്. ഊർജ്ജ മേഖലയ്ക്ക് ഉണർവേകുന്ന പദ്ധതിയും മണ്ഡലത്തിൽ നടപ്പിലാക്കി. KSEB ട്രാൻസ്ക്രിൻസ് പദ്ധതിയാണ് ശ്രദ്ധേയമായത്. തൂത്തിയൂർ പാലാരിവട്ടം സബ്സ്റ്റേഷൻ വരെയുള്ള പദ്ധതിയാണ് പ്രാവർത്തികമാക്കിയത്. KSEBയുടെ ട്രാൻസ്ഗ്രിഡ് പദ്ധതിയാണ് അത്. എൻ്റെ മണ്ഡലത്തിലെ തൃക്കാക്കരയിലെ തുതിയൂരിൽ നിന്നും പാലാരിവട്ടത്ത് സബ്സ്റ്റേഷൻ വരെയാണ് അത് ട്രെഞ്ചിട്ടിട്ട് എറണാകുളം ജില്ലയ്ക്ക് മൊത്തം സഹായകമാകുന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ കഴിഞ്ഞു. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നത് കിഫ്ബിയുടെ കൂടുതൽ പദ്ധതികൾ തൃക്കാക്കര മണ്ഡലത്തിൽ ഉണ്ടാവും എന്നൊരു പ്രത്യാശയാണ്.
ആരോഗ്യരംഗത്തിന്റെ ഉണർവിനും പശ്ചാത്തല സൗകര്യങ്ങളുടെ മികവിനും ഗതാഗത സംവിധാനങ്ങളുടെ കാര്യക്ഷമതയ്ക്കും മുൻഗണന നൽകിയുള്ള പ്രവർത്തന പദ്ധതിയും മണ്ഡലത്തിൽ വിഭാവനം ചെയ്യുന്നുണ്ട്. പാരമ്പര്യ തനിമയ്ക്കൊപ്പം ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുന്ന പദ്ധതികളും തൃക്കാക്കര മണ്ഡലത്തിൽ നടപ്പാക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. വിദ്യാഭ്യാസ, ആരോഗ്യ, സാംസ്കാരിക മേഖലകളുടെ സമഗ്ര വികസനം നടപ്പിലാക്കുവാനുള്ള പദ്ധതി പ്രാവർത്തികമാകുമ്പോൾ തൃക്കാക്കര എറണാകുളം ജില്ലയുടെ തിരുനെറ്റിയിലെ തിലകക്കുറിയായി മാറും. വികസന പദ്ധതികൾ വിഭാവനം ചെയ്തുകൊണ്ട് തൃക്കാക്കര മെച്ചപ്പെട്ട സൗകര്യങ്ങളുടെ വിളനിലമായി മാറുകയാണ്. ഇനിയും ഏറെ മുന്നേറാമെന്ന പ്രതീക്ഷകളോടെ. കൊച്ചി പഴയ കൊച്ചിയല്ലെന്ന് പറയുന്ന വികസന സൈറനാണ് പ്രകൃതിദത്ത തുറമുഖ നഗരത്തിൽ നിന്നും ഉയരുന്നത്. 2011 മാത്രം രൂപീകൃതമായ മണ്ഡലം കടൽക്ഷോഭമടക്കമുള്ള പ്രതിസന്ധികളെ മറികടന്നാണ് മുന്നേറുന്നത്. കൊച്ചി നിയമസഭാ മണ്ഡലത്തിന്റെ വികസന നേർക്കാഴ്ച നവകേരളം നവമുന്നേറ്റത്തിലൂടെ. കൊച്ചി താലൂക്കിൽ ഉൾപ്പെടുന്ന കൊച്ചി മുനിസിപ്പാലിറ്റിയുടെ 1 മുതൽ 10 വരെയും 19 മുതൽ 25 വരെയും വാർഡുകളും കുമ്പളങ്ങി, ചെല്ലാനം എന്നീ പഞ്ചായത്തുകളും ചേർന്ന നിയമസഭാ മണ്ഡലമാണ് കൊച്ചി. അറബിക്കടലിൽ നിന്നുള്ള ഉൾക്കടലുകളും പശ്ചിമഘട്ടത്തിൽ നിന്നും ഒഴുകുന്ന നദികളുടെ അഴിമുഖങ്ങളും കൊച്ചിയെ ഭൂപ്രദേശത്ത് നിന്നും വേർതിരിക്കുന്നു. ഈ സവിശേഷതകളാണ് കൊച്ചിയുടെ നേട്ടവും വെല്ലുവിളികളും. ഒരു വശത്ത് വിനോദസഞ്ചാരികളുടെ പരദീസ എന്ന് അവകാശപ്പെടുമ്പോഴും മറുവശത്ത് കടൽക്കയറ്റം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനത. ഇതാണ് കൊച്ചി മണ്ഡലത്തിന്റെ നേർചിത്രം. ഈ നേർചിത്രത്തിൽ നിന്ന് തന്നെയാണ് കൊച്ചിയുടെ വികസന സങ്കല്പങ്ങളുടെ തിരത്തള്ളൽ ഉണ്ടാവുന്നത് എന്നതാണ് കൂട്ടി വായിക്കേണ്ടത്. KJ മാക്സി എന്ന മണ്ഡലം MLAയുടെ സ്വപ്ന പദ്ധതി തന്നെയാണ് കടൽഭിത്തി. കിഫ്ബി പദ്ധതിയിലൂടെ കൊച്ചി മണ്ഡലത്തിൽ വൻ പ്രൊജക്റ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 365 കോടി രൂപയുടെ ചെല്ലാനം പഞ്ചായത്തിലെ കടൽഭിത്തിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തിൻ്റെ ഏറ്റവും എല്ലാ കാലത്തെയും വലിയൊരു സ്വപ്നമായിരുന്നു ചെല്ലാനം കടലുകയറ്റത്തെ പറ്റിയുള്ള വിഷയം. ചെല്ലാനം കടലുകയറ്റത്തിൽ ഒരുപാട് പേർക്ക് വീട് നഷ്ടപ്പെടുകയും ജീവൻ നഷ്ടപ്പെടുകയൊക്കെ ഉണ്ടായി. എന്നാൽ ഈ പദ്ധതിയിലൂടെ ചെല്ലാനത്തെ ടെട്രോപാഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള കടൽഭിത്തിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചതോടുകൂടി 2-3 വർഷമായിട്ട് ചെല്ലാനത്തെ കടലുകയറ്റമില്ല. ജനങ്ങൾ വളരെ സന്തോഷത്തിലാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായിയാണ് ഈ പദ്ധതി വന്ന് ഉദ്ഘാടനം ചെയ്തത്.
ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനായി ചെല്ലാനം പഞ്ചായത്തിൽ 365 കോടി രൂപ മുതൽ മുടക്കിൽ കടൽഭിത്തി ഉയരുകയാണ്. വിദ്യാഭ്യാസ രംഗത്തും മണ്ഡലം നിർണായക ചുവടുവയ്പ്പാണ് നടത്തുന്നത്. ഇതിനോടകം തന്നെ 2 ഗവൺമെന്റ് സ്കൂളുകളിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കെട്ടിടം പൂർത്തീകരിച്ചു. കുമ്പളങ്ങി പഞ്ചായത്തിൽ 1 കോടി രൂപ ചെലവഴിച്ച് UP സ്കൂൾ കെട്ടിടം പൂർത്തിയാക്കിയതും വികസന നേട്ടമാണ്. 2 ഗവൺമെന്റ് സ്കൂളുകൾ, ഫോർട്ട് കൊച്ചി എഡ്വേർഡ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി ഗവൺമെന്റ് സ്കൂളും ചെല്ലാനം പഞ്ചായത്തിലെ പുത്തൻതോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും കിഫ്ബിയുടെ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇൻ്റർനാഷണൽ ലെവലിലുള്ള വിദ്യാലയത്തിൻ്റെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ കുമ്പളങ്ങി പഞ്ചായത്തിലെ 1 കോടി രൂപ ഉപയോഗിച്ച് ഒരു UP സ്കൂളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചു. എയിംസ് മാതൃകയിൽ കെട്ടിട നിർമ്മാണം നടത്തുന്ന കരൂർപ്പടി ഗവൺമെന്റ് മഹാരാജാസ് ആശുപത്രിയാണ് വികസനത്തിന്റെ മറ്റൊരു നേർചിത്രം. ആരോഗ്യമേഖലയിൽ കരുവൽപ്പടി ഗവൺമെന്റ് മഹാരാജാസ് ആശുപത്രിക്ക് കിഫ്ബി വഴി 100 കോടി രൂപ അനുവദിച്ചത്. അതിൽ 50 കോടി ASIൻ്റെ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കിഫ്ബി എയിംസ് മോഡലുള്ള ഒരു കെട്ടിടം പണിയാൻ വേണ്ടിയിട്ടാണ് അവിടെ ആഗ്രഹിക്കുന്നത്. അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഫോർട്ട് കൊച്ചിയിൽ തന്നെ കൊച്ചിയുടെ എല്ലാ ഭാഗങ്ങളിലും ആരോഗ്യമേഖലക്കുള്ള വലിയ ഒരു ഹോസ്പിറ്റലായി കരുവലിപ്പടി മഹാരാജാസ് ആശുപത്രി മാറുമെന്നുള്ളതാണ്. $47 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന കുമ്പളങ്ങി അരൂർ കെൽട്രോൺ പാലമാണ് വികസന പാതയിലെ മറ്റൊരു നാഴികക്കല്ലാവുക. എറണാകുളം, ആലപ്പുഴ ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ ടെൻഡർ നടപടിയായി. 30 കോടി ചെലവഴിച്ച് നിർമ്മിക്കുന്ന കണ്ടക്കടവ് കുമ്പളങ്ങി റോഡാണ് മറ്റൊരു വികസന മാതൃക. കുമ്പളങ്ങി നിന്ന് അരൂര് കെൽട്രോൺ ഫെറിയിലേക്കുള്ളൊരു പാലം 47 കോടി രൂപ ASI അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. 2 ജില്ലകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണത്. എറണാകുളം ജില്ലയും ആലപ്പുഴ ജില്ലയും. കിഫ്ബി വഴി അനുവദിച്ച ഫണ്ട് കൊണ്ട് അതിൻ്റെ ഏതാണ്ട് എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയായി അതിൻ്റെ ടെൻഡർ നടപടിയിലേക്ക് പോയിരിക്കുകയാണ്. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 1-2 കൊല്ലത്തിനുള്ളിൽ ആ പാലപ്പണി പൂർത്തീകരിക്കും. എറണാകുളം ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശമായ തീരദേശ ഗ്രാമമായ കുമ്പളങ്ങിക്കും ചെല്ലാനത്തിനും ഹൈവേയിലേക്ക് എത്താനുള്ള എളുപ്പമാർഗ്ഗമാണ്. അതോടൊപ്പം എറണാകുളം സിറ്റിയിലേക്ക് എത്താനും ഈ പാലം വളരെ ഉപകരിക്കും. തീരദേശ മേഖലയുടെ വികസനത്തിന് ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒന്നാണ് ഈ പാലം. ഇതുപോലെ തന്നെയാണ് കണ്ടക്കടവ് കുമ്പളങ്ങി റോഡ്. ദേശാടന പക്ഷികൾ വരുന്നൊരു പ്രദേശമാണ് കുമ്പളങ്ങി ആ ഭാഗം എന്ന് പറയുന്നത്. എല്ലാ വർഷവും ദേശാടന പക്ഷികൾ മൈലുകൾ അകലിൽ നിന്ന്, ആയിരക്കണക്കിന് മൈലുകൾ അകലിൽ നിന്ന് പറന്നു വരുന്ന പക്ഷികൾ സ്ഥിരമായി വരുന്ന പ്രദേശം.
ഒരുപാട് പക്ഷി ഗവേഷകരും ടൂറിസ്റ്റുകളും ഇതിനെ കാണാൻ വരും. ആ റോഡ് ഏറ്റവും ഭംഗിയായി ചെയ്യാൻ വേണ്ടി 30 കോടി രൂപ കിഫ്ബി അനുവദിച്ചതിൽ നിന്നുള്ള എസ്റ്റിമേറ്റ് നടപടി പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വർക്കുകളും പൂർത്തിവെച്ച വർക്കുകളും. ദേശാടന പക്ഷികൾ കൂട്ടത്തോടെ എത്തുന്ന പ്രദേശം വിനോദസഞ്ചാരികളുടെയും പക്ഷി ഗവേഷകരുടെയും ഇഷ്ടസ്ഥലം കൂടിയാണ്. റോഡ് പൂർത്തിയാകുന്നതോടെ പ്രദേശം ടൂറിസം രംഗത്തിനും ഏറെ ഉണർവ് പകരും. കിഫ്ബിയുടെ ഫണ്ട് അനുവദിച്ചതോടുകൂടിയാണ് കൊച്ചി മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെ വലിയ വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്. തീരദേശ മേഖല, സ്കൂളുകൾ, ഗവൺമെൻറ് ആസ്പത്രികൾ, പാലങ്ങൾ, റോഡുകൾ ഒക്കെ ഏറെ നന്നായി കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കിഫ്ബിയുടെ ഫണ്ട് ഈ പ്രദേശത്തെ വികസനത്തിനായി ഏറെ ഉപകാരപ്രദമായി മാറി എന്നുള്ളതാണ് ഇവിടെ ഞങ്ങൾ വിലയിരുത്തുന്നത്. ഇനിയും ഒരുപാട് പദ്ധതികൾ കിഫ്ബിയുടെ ഫണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുകയാണ്. അതിവിടെ കൊണ്ടുപോകാൻ കഴിയണം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കായലുകളായാലും അറബിക്കടലായാലും ചുറ്റപ്പെട്ട് 10 ദ്വീപുകളായി വ്യാപിച്ചു കിടക്കുന്ന കൊച്ചി ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന നഗരങ്ങളിലൊന്ന്. പുരാതന തുറമുഖ നഗരത്തിൽ നിന്ന് രാജ്യത്തെ വികസിത വ്യാപാര കേന്ദ്രമായും കടലധിഷ്ഠിത വ്യവസായങ്ങളുടെ ആസ്ഥാനമായും അതിവേഗം വളർന്ന നാട്. കൊച്ചിയുടെ വികസനം കേരളത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പിന് അനിവാര്യമെന്ന് തിരിച്ചറിഞ്ഞ് നഗര വൈവിധ്യത്തെ ഉൾക്കൊള്ളുന്ന സാംസ്കാരിക നയം തയ്യാറാക്കിക്കൊണ്ടാണ് കൊച്ചി നിയമസഭാ മണ്ഡലം വികസന കുതിപ്പ് നടത്തുന്നത്. മണ്ഡലത്തിൽ നിലവിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളും അണിയറയിൽ ഒരുങ്ങുന്ന പദ്ധതികളും യാഥാർത്ഥ്യമായാൽ കൊച്ചി പുതിയ കൊച്ചിയായി മാറുമെന്ന് നിസ്സംശയം പറയാം. എണ്ണം പറഞ്ഞ വികസനത്തിലൂടെയാണ് കൊച്ചി മുന്നേറുന്നത്. വിനോദവും വിജ്ഞാനവും സംസ്കാരവും വാണിജ്യവും വിദ്യാഭ്യാസവും ഒരുപോലെ സമ്പന്നമാക്കുന്ന കൊച്ചിയുടെ ചക്രവാളങ്ങളിൽ പുതിയൊരു വികസന കുതിപ്പാണ് നടക്കുന്നത്.